ഭാരതത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഏതൊരാൾക്കും ഉചിതമായി മറുപടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തി പാകിസ്ഥാനിലേക്ക് ഓടി ഒളിച്ചെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിലെത്തി മറുപടി നൽകാൻ ഭാരതത്തിന് അറിയാം. അതിനുള്ള കഴിവ് ഇന്ത്യക്കുണ്ടെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. വിദേശ മണ്ണിലുള്ള ഭീകരരെ ഇല്ലാതാക്കാൻ ഭാരത സർക്കാർ പ്രത്യേക ഉത്തരവ് നൽകി ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെന്ന വിദേശ മാധ്യമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇതു സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോഴായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മറുപടി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് UK ന്യൂസ് പേപ്പറായ ദി ഗാർഡിയൻ ആയിരുന്നു വാർത്ത നൽകിയിരുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്നും തെറ്റായ പരാമർശമാണ് ഗാർഡിയൻ ഉന്നയിച്ചിരിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം ഇതിന് മറുപടി നൽകിയിരുന്നു. അയൽക്കാരുമായി സൗഹൃദപരമായി ബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഇന്ത്യ താല്പര്യപ്പെടുന്നതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ചരിത്രത്തിലേക്ക് നോക്കൂ. ഒരു രാജ്യത്തെയും ഭാരതം ആക്രമിച്ചിട്ടില്ല. ഒരു രാജ്യത്തിന്റെയും ഒരു തുണ്ട് ഭൂമി പോലും ഭാരതം കൈവശപ്പെടുത്തിയിട്ടില്ല. അധിനിവേശം നടത്തിയിട്ടില്ല. അതാണ് ഇന്ത്യയുടെ രീതി. എന്നിരുന്നാലും ഇങ്ങോട്ട് കയറി വിരട്ടാൻ ശ്രമിച്ചാൽ, അതിനായി ഈ മണ്ണിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത്തരക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. പാകിസ്ഥാനിൽ അഭയം തേടി ഭീകരരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. ഭീകരവാദികളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. 2020 മുതൽ പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തിയ 20ഓളം കൊലപാതകങ്ങളുമായി ഈ അവകാശവാദം ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 ഇത്തരം ആസൂത്രിത കൊലപാതകങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ ഏജന്റുമാർ പാകിസ്ഥാനിൽ നടപ്പാക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആസൂത്രണം ചെയ്യുന്നതല്ല. UAE-യിൽ ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കാൻ അവർ ഏകദേശം 2 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഞങ്ങൾ നിരവധി കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങി, ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ ദി ഗാർഡിയനോട് പറഞ്ഞു. കാനഡയിലെ ഖലിസ്ഥാനി സിഖ് വിമത നേതാക്കളുടെ കൊലപാതകങ്ങളിലും കഴിഞ്ഞ വർഷം US-ൽ നടന്ന സമാനമായ മറ്റൊരു വധശ്രമത്തിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് വാഷിംഗ്ടണും ഒട്ടാവയും പരസ്യമായി ആരോപിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്ലാമാബാദ് അഭയം നിഷേധിച്ചിരുന്ന തീവ്രവാദികളും നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുമായതിനാൽ കൊലപാതകങ്ങൾ പരസ്യമായി അംഗീകരിക്കാൻ പാകിസ്ഥാൻ വിമുഖത കാണിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.